ആർക്ക് വേണ്ടിയിട്ടാണ് ഹനുമാൻ മൃതസഞ്ജീവിനി മണി അടങ്ങുന്ന മല കൊണ്ടുവന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രമുഖ നടിക്ക് സാധിച്ചില്ല. അതിൻ്റെ പേരിൽ അവർ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾക്ക് വിധേയമായി തീരുകയാണ്. സൊനാക്ഷി സിൻഹ എന്നാണ് ആ നടിയുടെ പേര്, ബോളിവുഡ് നടി. അവർ പങ്കെടുത്ത വേദി എന്ന് പറയുന്നത് കോൻ പരേഗ ഖരോർ പ്രതി. ഞാനത് പ്രൊണൗൺസ് ചെയ്തത് കറക്റ്റായിട്ടാണെന്ന് തോന്നുന്നു. അമിതാഭ് ബച്ചൻ്റെ ഏറ്റവും പ്രശസ്തമായ പരിപാടിയാണ്. ആ പരിപാടി അക്യൂസ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അമിതാഭ് ബച്ചൻ ചോദിച്ച ചോദ്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് സോനാക്ഷി സിൻഹയ്ക്ക് സാധിച്ചില്ല. തീർച്ചയായിട്ടും കോൻ ബനേഗ കരോർപതി അത് ഒരു വളരെ പ്രേക്ഷക ശ്രദ്ധ നേടിയൊരു പരിപാടിയാണ്. അതിൽ ആണ് സോനാക്ഷി സിൻഹയോട് ഒരു ചോദ്യം ചോദിച്ചത് അമിതാഭ് ബച്ചൻ. അതെ, നമ്മുടെ ബോളിവുഡിൻ്റെ എക്കാലത്തെയും എന്താ പറയുക നിത്യഹരിത നായകൻ എന്നൊക്കെ പറയാവുന്ന അമിതാഭ് ബച്ചൻ ഒരു ചോദ്യം ചോദിച്ചു. ഹനുമാൻ രാമായണത്തിലെ ഒരു ഭാഗത്തു നിന്നാണ് ആ ചോദ്യം വരുന്നത്. ഈ ഹിമാലയത്തിൽ നിന്ന് മൃതസഞ്ജീവനി മണി, അതൊരു മരുന്നാണ്. ആ മരുന്ന് അടങ്ങുന്ന ഒരു മല, ആ മരുന്ന് ഏതാണെന്ന് അറിയാത്തത് കൊണ്ട് അദ്ദേഹം മല മൊത്തത്തിൽ പിഴുതെടുത്തിങ്ങ് കൊണ്ടുവന്നു. ഇത് ആർക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നതെന്നായിരുന്നു ചോദ്യം. അമിതാഭ് ബച്ചൻ എന്നിട്ട് ഓപ്ഷൻ കൊടുക്കുന്നു: സുഗ്രീവൻ, ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ. അവർ തപ്പിപ്പോയി, അവർക്ക് ഉത്തരമില്ല, മനസ്സിലായില്ല, അവർക്ക് ഉത്തരം പറയാൻ സാധിച്ചില്ല. തീർച്ചയായിട്ടും അത് നമുക്കൊരു കാര്യം അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല, അതൊരു തെറ്റല്ല. അറിവില്ലായ്മ ആർക്കും ഉണ്ടാകാം, ചിലപ്പോൾ മറന്നുപോയതായിരിക്കാം. പക്ഷെ അതിൻ്റെ പേരിൽ അവരെ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്നതൊന്നും ശരിയായ കാര്യമല്ല. സൈബർ ബുള്ളിങ് ഒന്നും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയണമെന്നുണ്ടോ? നമുക്ക് തന്നെ രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നും ഒക്കെ ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും ഉത്തരം പറയണമെന്നുണ്ടോ? അങ്ങനെ നിയമം വല്ലതും ഉണ്ടോ? ഭഗവത്ഗീതയിൽ പോലും കൃഷ്ണൻ എന്താ പറഞ്ഞത്? ഞാനിതെല്ലാം പറഞ്ഞു തന്നു, നീ ഇതെല്ലാം പഠിച്ചിട്ട് നിനക്ക് ശരിയെന്ന് തോന്നുന്നത് സ്വീകരിക്കുക, അല്ലാത്തതിനെ തള്ളിക്കളയുക, അല്ലേ? അങ്ങനെ നമുക്ക് നിർബന്ധം പിടിക്കാനൊന്നും പറ്റില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചു, ഗൗതം ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ എന്നെനിക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷെ പൊതുവേ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ വിദേശത്തൊക്കെ നമുക്കറിയാം രാമായണത്തിനും ഭഗവത്ഗീതയ്ക്കും ഒക്കെ വലിയ സ്വീകാര്യത ലഭിക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ ഇതിന് സ്വീകാര്യത കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ പുതിയ തലമുറയോട്, ചെറുപ്പക്കാരോട് ഒക്കെ ചോദിച്ചാൽ ഈ ഇത്തരം കാര്യങ്ങളിൽ പല ചോദ്യങ്ങൾക്കും വളരെ പ്രസിദ്ധമായ എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു കഥയുടെ ഒരംശം ചോദിച്ചാൽ അവർക്ക് അറിയില്ല. അതിൽ നിന്നൊരു ചോദ്യം ചോദിച്ചാൽ അവർക്ക് ഉത്തരം അറിയില്ല, അവരിങ്ങനെ തപ്പും. ഇതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഈ ആശങ്ക പ്രധാനമായിട്ടും പങ്കുവെക്കുന്നത് ഈ ഹിന്ദു ആചാര്യന്മാരായിട്ടുള്ള ആളുകളാണ്. ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചാൽ പഴയ ഭാരതത്തെക്കുറിച്ചൊന്നും യാതൊരു തരത്തിലുമുള്ള ഉത്തരവും അറിയില്ല എന്നൊക്കെ അവർ മറുപടി പറയും. ഇപ്പോൾ ഇവിടെ വിമർശനം പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത് മുകേഷ് ഖന്നയാണ്. മുകേഷ് ഖന്നനെ നമുക്കറിയാലോ, ശക്തിമാൻ ക്യാരക്ടറായിട്ട് വന്ന മുകേഷ് ഖന്ന. അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങളുടെ അച്ഛൻ്റെ പേര് ശത്രുഘ്നൻ സിൻഹ എന്നാണ്, നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ പേര് രാമായൺ എന്നാണ്, താങ്കളുടെ സഹോദരൻ്റെ പേര് ലവൻ എന്നും കുശൻ എന്നുമാണ്. എന്നിട്ടും രണ്ട് സഹോദരന്മാരുണ്ട്. അതെ, എന്നിട്ടും പ്രിയപ്പെട്ട സഹോദരി, ഹനുമാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ മല കൊണ്ടുവന്നത് എന്ന് താങ്കൾക്ക് അറിയില്ലേ എന്നാണ് കളിയാക്കിക്കൊണ്ട് ഈ മുകേഷ് ഖന്ന ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അവരെ വിമർശിച്ചുകൊണ്ട് ചോദിച്ചത്. അതാണ് ഇപ്പം വലിയ രീതിയിൽ ട്രോളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നു. ഈ ശത്രുഘ്നൻ സിൻഹ നമുക്കറിയാം, അദ്ദേഹം ആദ്യം BJPയുടെ ഒരു നേതാവായിരുന്നു, പിന്നീട് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നു, പിന്നീട് വീണ്ടും പാർട്ടി മാറി, ഇപ്പൊ തൃണമൂൽ കോൺഗ്രസിൽ അല്ല, അദ്ദേഹം നിലവിൽ MP ആണ്. അതെ, അദ്ദേഹം പഴയ ഒരു ഹിന്ദു സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആൾ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണമെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല ഗൗതം. അതിന് ഇങ്ങനൊരു സൈബർ ബുള്ളിങ്ങിൻ്റെ ആവശ്യം ഇതിനകത്ത് ഇല്ല. പിന്നെ ഇത് ഇപ്പം നമുക്ക് 1000 കുടത്തിൻ്റെ വാ കെട്ടാൻ പറ്റും, പക്ഷെ ഒരു മനുഷ്യൻ്റെ വാ കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെയാണ് സൈബർ ബുള്ളിങ് ഒന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. കൈ കിട്ടിയവനല്ല, കാരണം ഇത് ആരെയും കാണുന്നില്ലല്ലോ. ഇത് ഈ കൂടെ അങ്ങ് അടിച്ച് വിടുകയല്ലേ. വായിക്കുന്നവൻ്റെ കരൾ പിളർക്കുന്ന കമൻറ്റുകളും ഒക്കെ ആയിട്ടാണ് ഇത് വരുന്നത്. എന്തായാലും സോനാക്ഷി സിൻഹ അവർക്ക് അറിഞ്ഞൂടാ. അവർ പക്ഷേ അത് തുറന്നു പറഞ്ഞു, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു, അല്ലേ? എന്നിട്ട് അവർ ശരിയായ ഉത്തരം ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ചെറിയ കുറ്റബോധമുണ്ട്, അവർക്ക് കുറ്റബോധമുണ്ട്, എനിക്കിത് അറിഞ്ഞൂടാതെ തന്നെ ഇങ്ങനെ വിമർശിക്കരുതെന്ന് അവർ പറയുന്നുണ്ട്. അത് തീർച്ചയായും ന്യായമായ ഒരു കാര്യമാണ്. ആ സ്ത്രീ വളരെ പക്വതയോടെ അതിനകത്ത് ഇടപെട്ടു. എനിക്കിത് അറിയില്ല, ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. പിന്നെ എനിക്ക് നേരെ ഇത്രയും ഭീകരമായ രീതിയിൽ സൈബർ ബുള്ളിങ് നടക്കുമ്പോൾ, സൈബർ ആക്രമണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരാ വിഷമം പങ്കുവച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കുറേ കൂടെ പക്വതയോടെ വിശാലമായിട്ട് കാണണം.
ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല എന്ന് പറഞ്ഞ് സംസ്കാരമില്ലാത്തയാളാണ്, മതബോധമില്ലാത്തയാളാണ് എന്ന് ഇതെന്താ ഈദി അമീൻ്റെ ഭരണമാണ്? ഉട്ടോപ്യൻ രാജ്യമാണോ? അല്ലല്ലോ, ഭാരതമല്ലേ. എല്ലാറ്റിനും സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് പഠിക്കാനും പഠിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, അറിയാനും അറിയാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അത് അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ അതൊരു കുറ്റമൊന്നുമല്ല. പക്ഷേ എനിക്ക് അറിവില്ലായ്മയുണ്ട് എന്ന് തിരിച്ചറിയാതിരിക്കുന്നത് ഒരു തെറ്റാണ്. അവർ ആ തെറ്റിന് അതീതയാണ്. കാരണം അവർക്ക് എനിക്ക് ഈ അറിവില്ല, ആ തിരിച്ചറിവ് അവർക്കുണ്ട്. അതുകൊണ്ട് അവരെ കുറ്റക്കാരിയായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റത്തില്ല. അത് തെറ്റാണ്. ആ സ്ത്രീ വളരെ മാന്യമായിട്ട്, അവരൊരു നടിയും കൂടിയാണ്, വളരെ മാന്യമായിട്ട് അവർ ഈ വിഷയത്തിൽ ഇടപെട്ടു. എന്നിട്ട് അവർ പറഞ്ഞു ദയവായിട്ട് ഇങ്ങനെ സൈബർ ആക്രമണം നടത്തരുത് എന്നും കൂടി അവർ പറഞ്ഞു. അതൊരു വളരെ പക്വമായ ഒരു ഇടപെടലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താ ഗൗതമൻ? പക്ഷേ അതിൽ വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാമായണം അതോടൊപ്പം തന്നെ മഹാഭാരതം നമ്മുടെ പ്രധാനപ്പെട്ട 2 ഇതിഹാസങ്ങൾ. ഈ ഇതിഹാസങ്ങളെ കുറിച്ചിട്ട് ഹിന്ദു മാത്രം അറിഞ്ഞാൽ പോരാ. ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ തന്നെ വലിയൊരു സാംസ്കാരിക പൈതൃകത്തിൻ്റെയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു മൊത്തത്തിലുള്ള ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിനെ പോലും വലിയ രീതിയിൽ സ്വാധീനിച്ച ഒരുപാട് കഥകളാണ്. ഇന്ത്യയുടെ സംസ്കാരം പോലും രൂപപ്പെട്ടത് ഇത്തരം കഥകളിലൂടെയൊക്കെയാണ്. അപ്പൊ അതിനെ അറിഞ്ഞിരിക്കുക എന്നത് പറയുന്നത് ഒരു ഇന്ത്യക്കാരന്റെ തന്നെ ഒരു നമ്മുടെ നാടിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക, ഇന്ത്യക്കാരന്റെ സ്വത്വത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതായത് ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് പറയണമെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ചുള്ള പ്രാഥമികമായ അറിവ് എനിക്ക് വേണം, അല്ലെ? അതാണ് സത്യം. അത് നമ്മൾ പക്ഷെ അതിൽ നിർബന്ധം പിടിക്കുന്നില്ലല്ലോ. ഒരിക്കലും നിങ്ങളിത് പഠിച്ചേ പറ്റൂ, നിങ്ങളിത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം, ഇതിൽ നിന്ന് ഒരു ചോദ്യത്തിന് പോലും ഉത്തരം പറയാതിരിക്കരുത്, അങ്ങനൊരു നിലപാട് ഇന്ത്യയിലില്ല, ഭാരതത്തിലില്ല, പ്രാചീന കാലത്തും ഇല്ല, ഇപ്പോഴും ഇല്ല. അപ്പോൾ അതിനെ അങ്ങനെ സമീപിച്ചാൽ മതി. പക്ഷേ ഈ പറഞ്ഞതുപോലെ അവർക്ക് അത് അറിയാനുള്ള അവസരം ലഭിച്ചു കാണില്ല, പഠിക്കാനുള്ള അവസരം ലഭിച്ചു കാണില്ല. ശത്രുഘ്നൻ സിൻഹയുടെ ഒരു നിമിഷം അതിൽ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാം. പല ഈ ലവ് ജിഹാദിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ ഇതിൽ ഈ ലവ് ജിഹാദിന് ഇരയായിട്ട് മതം മാറ്റപ്പെട്ട പല സ്ത്രീകളും എന്തുകൊണ്ട് ആ മതത്തിലേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ അവർ തന്നെ നൽകിയ പല ആളുകളും ഇന്റർവ്യൂ ആയിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഞങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ മതത്തിനെ കുറിച്ച് പല കാര്യങ്ങളും എനിക്കറിയില്ല ചോദിക്കും. അപ്പം നമുക്കത് നമ്മളെ ദൈവം വളരെ മോശപ്പെട്ട ഒരാളാണ് എന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് ഇതെന്തിനാണെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനൊന്നും നമുക്ക് ഉത്തരവില്ല. അപ്പം നമ്മൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോകും. അങ്ങനെയാണ് പലപ്പോഴും മറ്റേ മതത്തിലേക്ക് സ്വാധീനിക്കപ്പെട്ടു പോകുന്നതെന്നൊക്കെ ഇത്തരം ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. സംശയം ചോദിക്കട്ടെ, ഈ സോനാക്ഷി സിൻഹ അങ്ങനെ വല്ല വിവാഹം ചെയ്ത ആള് വല്ലതും ആണോ? സോനാക്ഷി സിൻഹ വിവാഹം ചെയ്തത് ഒരു മുസ്ലിം യുവാവിനെയാണ്. അദ്ദേഹത്തിന്റെ പേരെന്തോ ഇക്ബാൽ. അവര് മതമൊന്നും മാറിയിട്ടില്ല. ഇക്ബാൽ, അതെനിക്കറിയാൻ പാടില്ല. ഈ ഇക്ബാൽ എന്നോ അങ്ങനെ എന്തോ ആണ്. പക്ഷെ ഈ വിവാഹത്തിന് ഈ ശത്രുഘ്നൻ സിൻഹേനോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ ഇവർ രണ്ടുപേർക്കോ താല്പര്യം ഉണ്ടായിരുന്നില്ല. താല്പര്യമില്ലാതെ ഒരു അർദ്ധ മനസ്സോട് കൂടിയിട്ട് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യട്ടെ. എന്തായാലും ഒരു കാര്യം സത്യമാണ്, മകളെ ഈ ഇതിഹാസവും ചരിത്രവും സംസ്കാരവും ഒക്കെ പഠിപ്പിക്കുന്നതിൽ അച്ഛനമ്മമാർക്ക് വീഴ്ച വന്നു എന്നുള്ള കാര്യം സത്യമാണ്. എന്തായാലും അത് അവരുടെ വ്യക്തിപരമായ വിഷയമാണ്, നമ്മൾ അതിനകത്ത് ഒരുപാട് സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ പൊതുവേ നമ്മുടെ രാജ്യത്ത് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഇത് പഠിച്ചിരിക്കണം, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ വളരെ നമ്മുടെ എന്താ പറയുക, സംസ്കാരത്തിൻ്റെയും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയും ഒക്കെ ഭാഗമാണ് ഇതെല്ലാം. ഈ കാര്യങ്ങൾ നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അത് ഈ മണ്ണിൽ ജനിച്ച എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതല്ല. ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവകാശപ്പെട്ടതാണ് നമ്മുടെ പൈതൃകം. നമ്മുടെ പൈതൃകം അങ്ങേയറ്റം ശ്രേഷ്ഠമാണെന്ന് നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം പറയും. പക്ഷെ അത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ എത്ര പേർ തയ്യാറാകുന്നു? അതാണ് പ്രധാന ചോദ്യം. എന്തായാലും ഈ ഒരു സംഭവം, ഈ സൈബർ ആക്രമണമൊക്കെ നടന്നെങ്കിലും ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കാൻ കാരണമാകട്ടെ. കുറേ പേർക്കെങ്കിലും ഇതിനെക്കുറിച്ചൊരു ചിന്തയുണ്ടാകണം. നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം, നമ്മുടെ പാരമ്പര്യം അത് നമ്മുടെ അടുത്ത തലമുറയെ പഠിപ്പിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ അമ്മുമ്മയും അപ്പൂപ്പനും ഒക്കെ പറഞ്ഞു തന്ന കഥ, രാമായണം മഹാഭാരതം ഒക്കെ കഥാരൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു തരും. അത് കേട്ടാണ് വളർന്നത്. സ്കൂളിൽ ചെല്ലുമ്പം 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ടീച്ചർമാർ ഇത് പഠിപ്പിച്ചു തരും. മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർമാർ കഥകൾ പറയും. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഒക്കെ കഥകൾ ഇങ്ങനെ പറഞ്ഞു തരും. അങ്ങനെയാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. പിന്നെയാണിത് അമർചിത്രകഥ ബുക്കുകളൊക്കെ കിട്ടിത്തുടങ്ങി വായിച്ച് പഠിക്കുന്നത്. അതിനും ശേഷമാണ് സീരിയലുകൾ വരുന്നത്. രാമായണത്തിലെയും മഹാഭാരതത്തിലൊക്കെ കഥകൾക്കും അതൊക്കെ പഠിക്കുന്നതിലൂടെ ഇന്നത്തെ തലമുറയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഗുണമുണ്ടോ? അവരെ ഏതെങ്കിലും തീർച്ചയായിട്ടും അത് നമ്മുടെ സംസ്കാരം രൂപപ്പെടുത്തും, നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തും, നമ്മളിൽ നല്ല ശീലങ്ങൾ വളർത്തും, അച്ചടക്കം ഉണ്ടാക്കും. അങ്ങനെയാണ് അതിൻ്റെ രചന നടന്നിരിക്കുന്നത്. അതൊരു വലിയ വിഷയമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് വിസ്തരിച്ചിപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ ഇത് എല്ലാ ഇന്ത്യക്കാരനും അവകാശപ്പെട്ടതാണ്.
എല്ലാ ഇന്ത്യക്കാരും പഠിക്കേണ്ടതാണ്. ജാതിമത ഭേദമന്യേ, ലിംഗഭേദമന്യേ എല്ലാ ഇന്ത്യക്കാർക്കും അതിൽ നിന്ന് ഒരുപാട് നന്മകൾ കിട്ടും, നല്ല ശീലങ്ങൾ കിട്ടും. അതുകൊണ്ട് ഈ ഇതിഹാസങ്ങളെയും നമ്മുടെ ഈ പ്രാചീന ഗ്രന്ഥങ്ങളെയും നല്ല രീതിയിൽ പഠിക്കാൻ നമ്മുടെ പുതിയ തലമുറ തയ്യാറാകണം എന്നാണ് ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാനുള്ളത്. അതെ, എന്തായാലും സ്നേഹം പടരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.